ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടുവിനകത്തെ എട്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ്. നമ്മുടെ പ്ലസ് ടുവിലെ എട്ടാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതൊരു വലിയ ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ പുതിയ ഒരു അറിവാണ് നമ്മൾ ഇതിലൂടെ നേടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. ഓക്കെ, നമുക്കറിയാം മുൻകാലങ്ങളിൽ പഴയ കാലങ്ങളിൽ നമ്മൾ ഡാറ്റ, അതായത് നമ്മുടെ ഇൻഫർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്തിരുന്ന സംവിധാനം, അതായത് കൺവെൻഷണൽ ഫയൽ സിസ്റ്റം എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഓഫീസിനകത്തൊക്കെ ഫയൽ സ്റ്റോർ ചെയ്ത് ഫയലിനകത്ത് പേപ്പർ ആണെങ്കിൽ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, അടക്കി വെക്കുന്നൊരു സംവിധാനം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കുമ്പോൾ നമുക്കത് സ്പീഡപ്പായിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതിനെ സെർച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യും. അല്ലെങ്കിൽ കൺവെൻഷണൽ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം ഉണ്ട്, കമ്പ്യൂട്ടറിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ഫയൽ സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജ് ആൻഡ് ഓർഗനൈസ് ദ ഫയൽസ് ഇൻ എ സ്റ്റോറേജ് മീഡിയം വിത്തിൻ എ കമ്പ്യൂട്ടർ. അപ്പോൾ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടറിനകത്ത് എന്താണ് ഫയലുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡാറ്റയെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോർ ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത്, ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കൺവെൻഷണൽ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കത് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചിലപ്പോൾ കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഉള്ള ഒന്നിലധികം ഡാറ്റാസ് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. അതായത് നമുക്കറിയില്ല, ആ ഫയൽ സിസ്റ്റത്തിന് അത് അറിയില്ല. ഒരേപോലെ തന്നെ എന്താണ്, ഒന്നിലധികം ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിഡൻഡൻറ്റ് ഡാറ്റ ക്യാൻ ബി പ്രസൻറ്റ് ഇൻ ദ ഫയൽ സിസ്റ്റം. റിഡൻഡൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലെയുള്ള രണ്ട് ഡാറ്റ, അതാണ് റിഡൻഡൻസി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡ്യൂപ്ലിക്കേഷനാണ് റിഡൻഡൻസി എന്ന് മനസ്സിലായി. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ എന്നാണ്. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്യൂപ്ലിക്കേഷൻ എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും. അതായത് ഒരുപോലെയുള്ള രണ്ട് ഡാറ്റ, അതല്ലെങ്കിൽ ഒരു ഡാറ്റ രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധ്യമാണ് അവിടെ. അപ്പോൾ അതൊരു റിഡൻഡൻസിയാണ്. അതായത് ഒന്നിലധികം സ്ഥലത്ത് ഒരേ ഡാറ്റ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത്. അപ്പോൾ കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിലൊരു പ്രശ്നം അതാണ്. അപ്പോൾ ഇഫ് എ സ്റ്റുഡൻറ്റ് ടേക്ക് ന്യൂ അഡ്മിഷൻ ആൻഡ് ജോയിൻ NSSൽ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു, വിൽ ബി സ്റ്റോർഡ് ബോത്ത് അഡ്മിഷൻ ഫയൽ ആൻഡ് NSS ഫയൽ. രണ്ട് ഫയലിലും എന്താണ്, NSSൻ്റെ ഫയലിലും സ്റ്റോർ ചെയ്ത് വെക്കണം, അതുപോലെ തന്നെ എന്താണ് അഡ്മിഷൻ്റെ ഫയലിലും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അത് കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. എന്താണ്, രണ്ട് ഭാഗത്തും, അതായത് രണ്ട് സൈഡ്, ഇപ്പോൾ NSSൻ്റെ ഫയലിനകത്തും അതുപോലെ തന്നെ എന്താണ് അഡ്മിഷൻ ഫയലിനകത്തും ഈ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അതാണ് കൺവെൻഷണൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഡാറ്റാബേസിനകത്തേക്ക് വരുമ്പോൾ നമുക്കത് മാറ്റണം. അപ്പോൾ അതായത് ഇപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഡീറ്റെയിൽ അഡ്മിഷൻ ഫയലിനകത്ത് മാറുമ്പോൾ ശരിക്കും എവിടെ മാറില്ല, NSSനകത്ത് മാറില്ല. NSSനകത്ത് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, വേറെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതാണ്, ഒരു സ്ഥലത്ത് മാറുമ്പോൾ മറ്റൊരു സ്ഥലത്ത് എന്ത് ചെയ്യില്ല, മാറില്ല. അപ്പോൾ ബോത്ത് രണ്ട് സ്ഥലത്ത് എന്ത്, അതാണ് റിഡൻഡൻ്റ് ആയിട്ട്. കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്, റിഡൻഡൻസി ഉണ്ടാകും. ഡിസ് നോട്ട് പ്രൊവൈഡ് ബാക്കപ്പ് ആൻഡ് റിക്കവറി ഓഫ് ഡാറ്റ, ഇറ്റ്സ് ലോസ്റ്റ്. നമ്മുടെ കൺവെൻഷണൽ ഫയൽ സിസ്റ്റം എന്താണ്, ലോസ്റ്റായി, ആ ഡാറ്റ എന്ത് ചെയ്തു, ലോസായിപ്പോയി, അത് നഷ്ടപ്പെട്ടു പോയി. അതിനെന്തില്ല, ബാക്കപ്പ് നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല, അല്ലെങ്കിൽ റിക്കവറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. റിക്കവറി ഏതാണ്, അപ്പോൾ ബാക്കപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ചെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല, കഴിയില്ല. അതാണ് കൺവെൻഷണൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നഷ്ടപ്പെട്ട് തന്നെയാണ്. ഒരു ഫയൽ മിസ്സായി കഴിഞ്ഞാൽ അത് മിസ്സായത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പേപ്പർ ഫയലാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. പേപ്പർ ഫയലാണെങ്കിൽ ഒരു ഫയൽ എന്താണ് നഷ്ടപ്പെട്ടു പോയി, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതാണ്, ദർ ഈസ് നോ എഫിഷ്യൻറ്റ് ക്വറി പ്രോസസ്സിംഗ് ഫയൽ സിസ്റ്റം, യൂസ് മിനിമൽ സെർച്ച് ആൻഡ് ഫിൽട്ടർ ഓപ്ഷൻ. അതായത് നമുക്ക് ഇപ്പോൾ ഒരു കുട്ടിയുടെ പേര് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള സെർച്ച് ചെയ്തെടുക്കാനുള്ള കൊറിയോ അല്ലെങ്കിൽ എന്തല്ല ഫിൽട്ടർ ഓപ്ഷൻ ഒന്നും എവിടെ ഇല്ല, കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിനകത്തില്ല. സെർച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡയറക്ടറി സെർച്ച് ചെയ്യണമെന്ന് നോക്കിയോ നിങ്ങൾ. ഒരു ഡയറക്ടറിയൊക്കെ അകത്ത് ഫോൺ നമ്പർ നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ എന്താ സ്ഥിതി, ഒത്തിരി നേരം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സെർച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നടത്തേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ തന്നെ തിരയണം, അല്ലാതെ സെർച്ചിങ് ഓപ്ഷൻ ഒന്നും കൃത്യമായിട്ടില്ല. പക്ഷേ അതാണ് കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിനകത്ത് പറയുന്നത്. എന്താണ്, ഒരു കൃത്യമായ എന്തില്ല, സെർച്ചിങ് ടെക്നിക്ക് അല്ലെങ്കിൽ മിനിമൽ സെർച്ചിങ് ആൻഡ് ഫിൽട്ടർ ഓപ്ഷൻ ഒന്നും എവിടെ ഇല്ല ഈ പറയുന്ന കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിനില്ല. അതായത് ദർ ഈസ് നോ എഫിഷ്യൻറ്റ് ക്വറി പ്രോസസ്സിംഗ് ഫയൽ സിസ്റ്റം ഇൻ ഫയൽ സിസ്റ്റത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു എഫിഷ്യൻറ്റ് ക്വറി പ്രോസസ്സിംഗ് സംവിധാനം ഇല്ല. ദർ ഈസ് ലെസ് ഡാറ്റ കൺസിസ്റ്റൻസി ഇൻ ഫയൽ സിസ്റ്റം. കൺസിസ്റ്റൻസി കുറവാണ്. അതായത് റിഡൻഡൻസി ഉള്ളത് കൊണ്ട് ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും. നമുക്ക് പഠിക്കാനുണ്ടത് നമ്മൾ പറയും. അതായത് റിഡൻഡൻസി എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു. റിഡൻഡൻസി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡാറ്റ രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഒരു ഡാറ്റ തന്നെ, സെയിം ഡാറ്റ തന്നെ രണ്ട് സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ ഒരേ ഡാറ്റ തന്നെ രണ്ട് ഭാഗത്ത് രണ്ട് തരത്തിലായിരിക്കും. അതാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് കൺസിസ്റ്റൻസി ഇല്ല. അപ്പോൾ ഫയൽ സിസ്റ്റത്തിനകത്ത് എന്തില്ല, കൺസിസ്റ്റൻസി കുറവാണ് അല്ലേ. അതുപോലെ തന്നെ ഫയൽ സിസ്റ്റം പ്രൊവൈഡ് ലെസ് സെക്യൂരിറ്റി ആണ്. നോ സ്റ്റാൻഡർഡൈസേഷൻ ഓൺ ഡാറ്റയ്ക്ക് എന്തില്ല, എല്ലാം പല നിലവാരമായിരിക്കും, ഒരേ നിലവാരമായിരിക്കില്ല എന്നുള്ളതാണ്. അതാണ് ഈ കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ റിഡൻഡൻസി മീൻസ് എന്താണ് നമ്മൾ പറഞ്ഞത്, സ്റ്റോറിങ് സെയിം ഡാറ്റ ഇൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻ, അതായത് ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് റിഡൻഡൻസി എന്താണെന്ന് ചോദിക്കാറുണ്ട്. റിഡൻഡൻസി എന്ന് പറയുന്നത് എന്താണ്, സെയിം ഡാറ്റ മൾട്ടിപ്പിൾ ലൊക്കേഷനകത്ത് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുന്ന സംവിധാനത്തെയാണെന്ന് പറയുന്നത് റിഡൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കൺവെൻഷണൽ. നമ്മൾ ആദ്യ കാലങ്ങളിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സംവിധാനമാണ് ഈ പറഞ്ഞത്. അതായത് എന്താണ് പറഞ്ഞത്, ഒരു സോഫ്റ്റ്വെയർ ആണ്, എന്താണ് ഡാറ്റ ഫയലിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ റിഡൻഡൻ്റ് ആവാം, ഒരേ ഡാറ്റ പല സ്ഥലത്ത് വരാം. അതുപോലെ തന്നെ ബാക്കപ്പ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല അല്ലേ, എഫിഷ്യൻറ്റ് ക്വറി പ്രോസസ്സിംഗ് ഇല്ല, ലെസ് ഡാറ്റ കൺസിസ്റ്റൻസി ആണ്. ഫയൽ സിസ്റ്റം എന്തില്ല, ലെസ് സെക്യൂരിറ്റി ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. നോ സ്റ്റാൻഡർഡൈസേഷൻ, ഒരു പ്രത്യേക സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരുന്നില്ല. റിഡൻഡൻസി എന്താണെന്ന് പറഞ്ഞാൽ 2 മാർക്കിന് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് റിഡൻഡൻസി? റിഡൻഡൻസി മീൻസ് സ്റ്റോറിംഗ് ഓഫ് സെയിം ഡാറ്റ ഇൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻ. മൾട്ടിപ്പിൾ ലൊക്കേഷനകത്ത് എന്താണ്, അത് നമ്മൾ കാണിച്ചു തന്നു, സ്റ്റോർ ചെയ്യുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്, റിഡൻഡൻസി എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നെക്സ്റ്റ് ഡാറ്റാബേസ്. എന്താണ് ഡാറ്റാബേസ്? അപ്പോൾ ഈ ഒരു കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിൻ്റെ സംവിധാനത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണെന്ത്, ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ. എന്താണ് ഡാറ്റാബേസ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ. ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റയാണ് എന്ത് പറയുന്നത്, ഡാറ്റയാണ്. അത് എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു, ആ ഡാറ്റ എവിടെ സ്റ്റോർ ടുഗദർ വിത്ത് എ മിനിമം റിഡൻഡൻസി. അപ്പോൾ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ, ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകൾ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു സ്ഥലത്ത് എന്ത് ചെയ്തിരിക്കുന്നു, സ്റ്റോർ ചെയ്തിരിക്കുന്നു. എങ്ങനെ, മിനിമം റിഡൻഡൻസി എന്തില്ലാതെ, ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തിരിക്കുന്നു, സ്റ്റോർ ചെയ്തിരിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡാറ്റാബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റ ഈ സ്റ്റോർ ടുഗദർ വിത്തിൻ മിനിമം റിഡൻഡൻസി അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു എക്സാമ്പിളാണ്. കുട്ടികളുടെ ഡാറ്റ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്തിരിക്കുന്നു, ഇവിടെ ഈ ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. അപ്പോൾ എക്സാം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ കുട്ടികളുടെ ഡാറ്റ ഉപയോഗിക്കാം. HSCAPന് എന്ത് ഉപയോഗിക്കാം, HSCAP എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ എന്ത് ഉപയോഗിക്കാം, ഈ കുട്ടികളുടെ ഡാറ്റ ഉപയോഗിക്കാം. സമ്പൂർണ്ണക്ക് എന്ത് ഉപയോഗിക്കാം, ഈ കുട്ടികളുടെ ഡാറ്റ ഉപയോഗിക്കാം. അതായത് ഇതിന് വേണ്ടി സമ്പൂർണ്ണക്ക് വേണ്ടി വേറെ ഡാറ്റ വേണ്ട, HSCAPന് വേണ്ടി വേറെ ഡാറ്റ വേണ്ട, എക്സാമിന് വേണ്ടി വേറെ ഡാറ്റ വേണ്ട. ഒറ്റ സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഉപയോഗിക്കാൻ പറ്റുന്നു. അതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റ ഐറ്റം. ഇറ്റ് ഈസ് സ്റ്റോർ ടുഗദർ വിത്ത് മിനിമം റിഡൻഡൻസി. ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു, ടുഗദർ ഒരുമിച്ച്, എങ്ങനെ, മിനിമം റിഡൻഡൻസിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആക്സസിബിൾ ഫോർ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ. എങ്ങനെയാണ്, ഒന്നിലധികം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം, ഈ ഡാറ്റനെ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ കഴിയും. ഇതാണെന്ത് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഈ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റമാണെന്ത്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ DBMSൻ്റെ ഫുൾ ഫോം ചോദിക്കാം. വാട്ട് ഈസ് DBMS? ആ ഡാറ്റാബേസിനെ, അതായത് നമ്മൾ മേലെ കാണിച്ച ഈ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് ഡിഫൈൻ ആസ് എ സോഫ്റ്റ്വെയർ, ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്ത് ചെയ്യുന്നു, യൂസ് ടു ഡിഫൈൻ, ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ആക്സസ് ടു ദി ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിനെ ഉണ്ടാക്കാൻ, ക്രിയേറ്റ് ചെയ്യാൻ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനുള്ളിൽ നിന്ന് ഡാറ്റനെ ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത്, DBMS എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ DBMS എന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ആ DBMS എന്ത് ചെയ്യുന്നു, ആ ഡാറ്റാബേസിനെ ഉണ്ടാക്കുന്നു, അല്ല ആ ഡാറ്റാബേസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനെ കൺട്രോൾ ചെയ്യുന്നു, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് DBMS, അതായത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ,
DBMS make it possible for end users. എന്താണ് അതായത് DBMS എന്ത് ചെയ്യുന്നു, എൻഡ് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, ടു ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് ഡാറ്റ ഇൻ ഡാറ്റാബേസ്. അതായത് എൻഡ് യൂസർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു യൂസറിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, എന്താണ് ടേബിളുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള എന്താണ് ഒരു സംവിധാനം ആയിട്ട് എന്ത് ചെയ്യുന്നു മാറുന്നത്. ഇറ്റ്സ് എ ലെയർ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. പ്രോഗ്രാമിൻ്റെയും ഡാറ്റയും ഇടയിലുള്ള ഒരു ലെയർ ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു, ഈ പറയുന്ന DBMS എന്ത് ചെയ്യുന്നു. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്, ഈ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് എന്ത് DBMS എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ. ഓക്കെ, എന്താണ് DBMS എന്ന് മനസ്സിലായി, എന്താ ഡാറ്റാബേസ് മനസ്സിലായി. നെക്സ്റ്റ് പറയും നമ്മൾ നീഡ് ഓഫ് ഡാറ്റാബേസ്. ശ്രദ്ധിക്കുക, പണ്ട് ഉണ്ടായിരുന്ന ഡാറ്റ ഫയൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഒന്നിലധികം സ്ഥലത്തൊക്കെ സ്റ്റോർ ചെയ്യും. ഡാറ്റ റിഡൻഡൻസി ഉണ്ടാകുന്നു, ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകുന്നു. ഓരോ ആപ്ലിക്കേഷനും ഓരോ ഡാറ്റാബേസ് എന്ത് ചെയ്യേണ്ടി വരും, ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ആപ്ലിക്കേഷന് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് തന്നെ എല്ലാ ആപ്ലിക്കേഷനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് നീഡ് ഓഫ് ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റാബേസിൻ്റെ ആവശ്യകത എന്താണെന്ന്. അപ്പോൾ ഡാറ്റാബേസിന് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റയാണ്, നമ്മൾ പറഞ്ഞു. മിനിമം റിഡൻഡൻസിയാണ്. ഇൻ എ മാനർ ദാറ്റ് മേക്ക് ദം ആക്സസബിൾ ഫോർ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ. ഒരുപാട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ ഡാറ്റാബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെ പല ആപ്ലിക്കേഷനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ഡാറ്റനെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു അപ്ഡേറ്റ് നടത്തിയാൽ അത് ഇവിടെ അപ്ഡേറ്റ് ആവും, ഇവിടെ നടത്തിയാൽ ഇവിടെ അപ്ഡേറ്റ് ആവും, ഇവിടെ നടത്തിയാൽ അപ്ഡേറ്റ് ആവും. ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റാബേസ് ഇതിനെ അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഡാറ്റാബേസിൻ്റെ ഡെഫിനിഷൻ എന്താണ്. ഡാറ്റാബേസ് ഇസ് എ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റ സ്റ്റോർഡ് ടുഗദർ വിത്ത് മിനിമം റിഡൻഡൻസി ഇൻ എ മാനർ ദാറ്റ് മേക്ക് ദം ആക്സസബിൾ ഫോർ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഡാറ്റാബേസിനെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ എന്ത് ചെയ്യും, കഴിയും. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം DBMS എന്ന് പറയുന്നതാണ് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് അല്ലേ. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്, പ്രൊവൈഡ് സ്റ്റോറേജ്, റിട്രീവൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഡാറ്റ. നേരത്തെ നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ്, ഡാറ്റാബേസ് ഉണ്ടാക്കുവാൻ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ, അതിനെന്താണ് കൺട്രോൾ ചെയ്യുവാൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന DBMS ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് അതായത് ഒരു DBMS എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ആർക്ക് കൺവീനിയൻ്റ് ആണ്, അതായത് നമ്മുടെ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന എൻഡ് യൂസേഴ്സിന് എന്താണ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മാനറിൽ ഡാറ്റനെ എന്ത് ചെയ്യുക ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് അഡ്വാൻറ്റേജ് ഒക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കൺവെൻഷണൽ ഫയൽ സിസ്റ്റം എന്താണ് നമ്മൾ പഠിക്കുക, എന്താണ് കൺവെൻഷണൽ ഫയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഫയൽ സിസ്റ്റമാണ്. അപ്പോൾ അതിനപേക്ഷിച്ച് ഡാറ്റാബേസിന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണ് നമുക്ക് പറയാം. അഡ്വാൻറ്റേജ് ഓഫ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് നോക്കുക, ശ്രദ്ധിച്ച്, ഇത് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻറ്റേജ് ഓഫ് ഡാറ്റാബേസ്, കൺട്രോൾ ഡാറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ഡ്യൂപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവില്ല, ഡാറ്റ കൺസിസ്റ്റൻസി ആയിരിക്കും. ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് രണ്ട് സ്ഥലത്തും രണ്ട് രീതിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താണ്, ഡാറ്റ കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്ത് ഡാറ്റാബേസ് DBMS എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ് ആണ്. വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരുന്നു, കംപ്ലീറ്റ്നെസ് ഉണ്ടായിരിക്കുന്നു, ഡാറ്റ സെക്യൂരിറ്റി ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഷെയറിംഗ് ഓഫ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് എല്ലാ ഡാറ്റാബേസിനും എല്ലാ ഡാറ്റയ്ക്കും ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. പിന്നെ ക്രാഷ് റിക്കവറി, ഫയൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്തെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യും കഴിയും. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജ്. അപ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് DBMS നിർബന്ധമായും പഠിക്കണം. കൺട്രോൾ ഡാറ്റ റിഡൻഡൻസി, ഡാറ്റ കൺസിസ്റ്റൻസി, എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഡാറ്റ സെക്യൂരിറ്റി, ഷെയറിംഗ് ഓഫ് ഡാറ്റ, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്, ക്രാഷ് റിക്കവറി. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു, റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫയൽ സിസ്റ്റത്തിനകത്താണ്, കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിനകത്താണെങ്കിൽ മൾട്ടിപ്പിൾ കോപ്പി ഓഫ് ദി സെയിം ഫയൽ ഉണ്ടാവും. അതായത് ഒരു സെയിം ഡാറ്റയുടെ എന്തുണ്ടാവാം, മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സെയിം ഡാറ്റയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവാം. ഇവിടെ ഉണ്ടാവാം, ഇവിടെ ഉണ്ടാവാം. പക്ഷേ എന്തിനകത്ത്, അപ്പോൾ എന്തിലേക്ക് നീളും, റിഡൻഡൻസി ഉണ്ടാവുന്നു, അതായത് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുന്നു. സെയിം ഡാറ്റയുടെ കോപ്പി ഉണ്ടാകുമ്പോൾ റിഡൻഡൻസി ഉണ്ടാവുന്നു. പക്ഷേ ഇൻ ഡാറ്റാബേസിനകത്ത് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ സിംഗിൾ പ്ലേസ്. ഒരു സ്ഥലത്ത് മാത്രമാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ ഡാറ്റനെ ഇവരും ആക്സസ് ചെയ്യുന്നുണ്ട്, ഇവരും ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചേഞ്ച് വരുത്തി, ഇവർ ആക്സസ് ചെയ്തിട്ട് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് വരും.
ഇവരിവിടെ ആക്സസ് ചെയ്ത് ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് വരും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ സിംഗിൾ പ്ലേ എനി ചേഞ്ച് മെയ്ഡ് വിൽ റിഫ്ലക്റ്റ് എവരിവർ. ഒരു ചേഞ്ച് മെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയും റിഫ്ലക്റ്റ് ചെയ്യും. ദർ ഈസ് നോ ചാൻസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ. എന്തുണ്ടാവില്ല? ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ഡാറ്റാബേസിനകത്ത് എന്തുണ്ടാവില്ല? ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണിനകത്ത് ഒരു നമ്പർ സേവ് ചെയ്യണ സമയത്ത് നമ്മളോട് നമ്പർ സേവ് ചെയ്യുമ്പോൾ അതേ പേരുള്ള ഒരാളുടെ നമ്പർ സേവ് ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേരിൽ ചെറിയ മാറ്റം. അതാണ് ഡ്യൂപ്ലിക്കേഷൻ ഇല്ലായ്മ എന്നുള്ളത്. അപ്പോൾ അതാണ് ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റ റിഡൻഡൻസി ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഡാറ്റ റിഡൻഡൻസി മനസ്സിലായല്ലോ. ഫയൽ സിസ്റ്റം, കൺവെൻഷണൽ ഫയൽ സിസ്റ്റം. ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺവെൻഷണൽ ഫയൽ സിസ്റ്റം ആൻഡ് ഡാറ്റാബേസ് എന്ന് ചോദിച്ചാൽ നമുക്കിത് പറയാം. എന്ത് പറയാം? കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിനകത്ത് റിഡൻഡൻസി ഉണ്ടാകും, പക്ഷേ എന്തിനകത്ത്? ഡാറ്റാബേസിനകത്ത് എന്തുണ്ടാവില്ല? റിഡൻഡൻസി ഉണ്ടാവില്ല. ഇനി എന്താണ് കൺസിസ്റ്റൻസി? കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, അതായത് ഡാറ്റ കൺസിസ്റ്റൻസി ഈസ് എൻഷ്യൂർഡ് ഇൻ ഡാറ്റാബേസ്. ഡാറ്റാബേസിനകത്ത് എന്ത് എൻഷ്യൂർ ചെയ്യുന്നുണ്ട്? ഡാറ്റ കൺസിസ്റ്റൻസി എന്ത് ചെയ്യുന്നുണ്ട്? എൻഷ്യൂർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദർ ഈസ് നോ ഡാറ്റ റിഡൻഡൻസി. അവിടെ എന്തില്ല? ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവുക. ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുക? അപ്പോൾ രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്തിരിക്കുന്നു? ഒരേ ഡാറ്റ ഉണ്ട്. ഇവിടെ അപ്ഡേറ്റ് ചെയ്തു, ഇവിടെ അപ്ഡേറ്റ് ആവില്ല. മനസ്സിലായല്ലോ? ഇവിടെ അപ്ഡേറ്റ് ആവില്ല. അപ്പോൾ സത്യത്തിൽ എന്തായി? ഇൻകൺസിസ്റ്റൻസി ഉണ്ടായി. അതായത് ഇവിടെയും ഡിഫറെൻ്റ് ഡാറ്റ ആയി. അപ്പോൾ അത് ഡാറ്റാബേസിനകത്ത് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എവിടെ ഇരുന്ന് അപ്ഡേറ്റ് ചെയ്താലും ആ ഡാറ്റ എന്ത് ചെയ്യുന്നു? അപ്ഡേറ്റ് ആവും. അപ്പോൾ ഓൾ ഡാറ്റ അപ്പിയർ കൺസിസ്റ്റൻറ്റ്ലി അക്രോസ് ദ ഡാറ്റാബേസ് ആൻഡ് ദ ഡാറ്റ ഈസ് സെയിം ഫോർ ഓൾ ദ യൂസർ വ്യൂയിങ് ദ ഡാറ്റാബേസ്. ആരൊക്കെയാണോ ഡാറ്റാബേസ് വ്യൂ ചെയ്യുന്നത് അവർക്കൊക്കെ എന്തായിരിക്കും? സെയിം ഡാറ്റ ആയിരിക്കും. ആരൊക്കെ വ്യൂ ചെയ്ത് ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഡാറ്റാബേസിനകത്ത് ആ ഡാറ്റ എന്ത് ചെയ്യുന്നു? മാറും. ഇതാണ് എന്ത് പറയുന്നത്? ഡാറ്റ കൺസിസ്റ്റൻസി എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. മനസ്സിലായോ? ഡാറ്റ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതായത് ഡാറ്റാബേസിനകത്ത് എന്ത് സംഭവിക്കില്ല? ഒരു സ്ഥലത്ത് മാറ്റി, അതായത് റിഡൻഡൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവില്ല എന്നുള്ളതാണ്? ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവില്ല. റിഡൻഡൻസി ഇല്ലാത്തത് കൊണ്ട് എന്തുണ്ടാവില്ല? അപ്പോൾ റിഡൻഡൻസി ലീഡ്സ് ടു, അതായത് ഡാറ്റ റിഡൻഡൻസി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡാറ്റ റിഡൻഡൻസി ലീഡ്സ് ടു ഡാറ്റ ഇൻകൺസിസ്റ്റൻസി. അല്ലേ? ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് വരും? ഇൻകൺസിസ്റ്റൻസി വരും. പക്ഷേ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവില്ല. എന്താണ്? കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഡാറ്റാബേസ് എന്തായിരിക്കും? കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ സെക്യൂരിറ്റി ആണ്. എന്താണ് ഡാറ്റ സെക്യൂരിറ്റി? ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂർ ആൻഡ് പ്രൈവറ്റ് ആയിരിക്കും. അൺഓതറൈസ്ഡ് ആയിട്ട് ആളുകൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പ്രിവെൻറ്റ് ആയിരിക്കും. ഒരു യൂസർ പാസ്വേഡും അല്ലേ ആ യൂസർ നെയിമൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ഉപയോഗിക്കും? അതിനെ ഡാറ്റാബേസിനകത്തുള്ള ഡാറ്റ എന്ത് ചെയ്തിരിക്കും? സെക്യൂർ ആയിരിക്കും. അല്ലേ? ഓൺലി ടു ഓതറൈസ്ഡ് പേഴ്സൺസ്. ആർക്ക് മാത്രമേ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ നമ്മുടെ ഡാറ്റാബേസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡാറ്റ സെക്യൂരിറ്റി. സെക്യൂർ ആണ്. അല്ലേ? അതായത് വന്നവർക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓതറൈസ്ഡ് ആർക്കൊക്കെ ആണോ അത് ആക്സസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഷെയറിംഗ് ഓഫ് ഡാറ്റ. നമ്മുടെ ഡാറ്റാബേസിനകത്ത് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ എ ഡാറ്റാബേസ് ക്യാൻ ബി ഷെയർഡ് എമംഗ് സെവറൽ യൂസേഴ്സ് ഓർ സെവറൽ പ്രോഗ്രാംസ് ഈവൻ സൈമൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് തന്നെ നമ്മുടെ ഡാറ്റാബേസിനകത്തുള്ള ഡാറ്റയെ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിനെ ഇവിടെയാണ് നമ്മുടെ ഡാറ്റാബേസ് ഉള്ളത്. ഇതിനെ നമുക്ക് പല യൂസേഴ്സിനും പല ആപ്ലിക്കേഷനും വേണ്ടി ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഷെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓക്കെ. എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് വിത്ത് സെൻട്രൽ കൺട്രോൾ ഓഫ് ഡാറ്റാബേസ് എ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ DBA എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. DBA എന്ന് പറയുന്നതാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അവരെന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം, എല്ലാത്തിനും എന്തുണ്ടാക്കുന്നു? ഒരു ഉയർന്ന നിലവാരം, ഒരേ നിലവാരത്തിലായിരിക്കും ഡാറ്റാബേസ് ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് ക്രാഷ് റിക്കവറിയാണ്. ക്രാഷ് റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DBMS ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സം മെക്കാനിസം ടു റിക്കവർ ഡാറ്റ ഫ്രം ക്രാഷസ്. എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മളെ ഡാറ്റ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന ഡാറ്റാബേസിനകത്ത് സാധ്യമാണ്. അതാണ് ക്രാഷ് റിക്കവറി.
DBMS protect data from the effect of system failure. എന്തെങ്കിലും സിസ്റ്റം ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡാറ്റ നഷ്ടപ്പെടുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, DBMS പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്ത് എടുക്കാൻ എന്ത് ചെയ്യും സാധിക്കും. ഇത്രയും അഡ്വാൻറ്റേജുകളാണ് എന്തിനുള്ളത്, ഡാറ്റാബേസിനകത്തുള്ള. അപ്പോൾ ഡാറ്റ കൺട്രോൾ, ഡാറ്റ റിഡൻഡൻസി, ഡാറ്റ കൺസിസ്റ്റൻസി, എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഡാറ്റ സെക്യൂരിറ്റി, ഷെയറിംഗ് ഓഫ് ഡാറ്റ, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്, ക്രാഷ് റിക്കവറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഡ്വാൻറ്റേജ്, ഒരു 5-6 അഡ്വാൻറ്റേജ് എന്ത് ചെയ്യുക, പഠിക്കാം. നെക്സ്റ്റ് കോമ്പോണൻ്റ് ഓഫ് DBMSൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ് DBMSന് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തൊക്കെ കോമ്പോണൻസ് ആണ് എന്തുണ്ടാവുക DBMSന്. അപ്പോൾ DBMS ഹാവ് സെവറൽ കോമ്പോണൻസ്. അതായത് DBMS എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡാറ്റാ മാനേജ്മെൻറ്റ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് എന്താണ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് എന്താണ്, സിസ്റ്റമാണ്. അതിനെന്തുണ്ട്, സെവറൽ കോമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെ കോമ്പോണൻസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് ഹാർഡ്വെയർ ആണ്. സ്വാഭാവികമായിട്ടും DBMSന് എന്തുണ്ടാവാറുണ്ട്, ഹാർഡ്വെയർ ഉണ്ട്. എന്താണ് ഹാർഡ്വെയർ പറയുമ്പോൾ എന്താണ്, എന്തൊക്കെ ഹാർഡ്വെയർ ഉണ്ടാവും, കമ്പ്യൂട്ടർ വേണം അല്ലേ, ഒരു സാധാരണഗതിയിൽ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വേണം. പിന്നെ എന്താണ്, സോഫ്റ്റ്വെയർ വേണം. പിന്നെ എന്ത് വേണം, ഡാറ്റ വേണം. പിന്നെ എന്ത് വേണം, യൂസർ വേണം. അതുപോലെ തന്നെ എന്താണ്, പ്രൊസീജിയേഴ്സ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, കോമ്പണൻസ് ഓഫ് DBMS: ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ്, പ്രൊസീജിയേഴ്സ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, അതുപോലത്തെ യൂസേഴ്സ് ആൻഡ് എന്താണ്, പ്രൊസീജിയേഴ്സ്. ഓക്കെ ആണോ? ഇത്രയും കോമ്പണൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കോമ്പണൻസ് എന്താണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ആക്ച്വൽ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലേ, സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റമാണ് അല്ലേ, ഡാറ്റനെ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതായത് PC ഉണ്ടാവും, വർക്ക് സ്റ്റേഷൻ ഉണ്ടാവും, സെർവർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക്, മറ്റേ മാഗ്നറ്റിക് ടാപ്സ് ഉണ്ടാവും, നെറ്റ്വർക്ക് ഡിവൈസ് ആയിട്ട് ഹബ്ബ്, സ്വിച്ച്, അങ്ങനെയുള്ള ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഡാറ്റനെ റിട്രീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഹാർഡ്വെയർ സംവിധാനങ്ങളും. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്, ദ മെയിൻ കോമ്പണന്റ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെന്റ്. DBMS ഈസ് ദ സോഫ്റ്റ്വെയർ. DBMS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം യൂസ് ടു ഹാൻഡിൽ ദ ഡാറ്റാബേസ്. DBMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വേണം. അതായത് എന്തിനാണ്, ഈ ഡാറ്റാബേസിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ആ ഒരു ഓവറോൾ ഡാറ്റാബേസിന് എന്താണ് ആക്സസ് ചെയ്യുന്നത്. പിന്നെയാണ് മെയിൻ ആയിട്ടുള്ള ആരാണ്, ഡാറ്റയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ. അപ്പോൾ DBMS മാനേജ്മെൻറ്റ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് എന്ന് പറയുന്ന ആരാണ്, ഡാറ്റയാണ്. The database contain operational data and metadata. ഒരു ഡാറ്റാബേസിനകത്ത് 2 ടൈപ്പ് എന്തുണ്ടാവാറുണ്ട്, ഡാറ്റ ഉണ്ടാവാറുണ്ട്. ഒന്ന് ഓപ്പറേഷണൽ ഡാറ്റയും അതുപോലെ തന്നെ എന്താണ്, മെറ്റാഡാറ്റ. എന്താണ് മെറ്റാഡാറ്റ? ഓപ്പറേഷണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കേസിലുള്ള ഡാറ്റാബേസിനകത്തുള്ള ഡാറ്റയാണ് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഡാറ്റ എന്ന് പറയുന്നത്. മെറ്റാഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് മെറ്റാഡാറ്റ എന്ന് വെച്ചാൽ ഡാറ്റ എബൌട്ട് ഡാറ്റ എന്ന് പറയും. ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്താണ് മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ എബൌട്ട് ഡാറ്റ എന്നാണ്. എന്താ പറയുക, ഡാറ്റ എബൌട്ട് ഡാറ്റനെയാണ് എന്ത് പറയുന്നത്, മെറ്റാഡാറ്റ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഇപ്പോൾ ഈ പറയുന്ന ഡാറ്റാബേസിനെ കുറിച്ചുള്ള ഡാറ്റനെയാണ് എന്ത് പറയുന്നത്, ഈ ഡാറ്റനെ കുറിച്ചുള്ള ഡാറ്റനെയാണ് എന്ത് പറയുന്നത്, മെറ്റാഡാറ്റ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഡാറ്റാബേസ് കണ്ടെയ്ൻ ഓൾ ദി ഡാറ്റ നീഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഡാറ്റാബേസിനകത്ത് എന്തുണ്ടാവും, ആ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡാറ്റയും എന്തുണ്ടാവും, ഒരു ഡാറ്റാബേസിനകത്ത് എന്ത് ചെയ്യും, ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഡാറ്റാബേസിനകത്ത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റയാണ്. ഡാറ്റാബേസിനകത്ത് 2 ടൈപ്പ് ഡാറ്റ ഉണ്ടാവും. ഒന്ന് ഓപ്പറേഷണൽ ഡാറ്റ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ്, മെറ്റാഡാറ്റ ഉണ്ടാവും. എന്താണ് മെറ്റാഡാറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുക, ഡാറ്റ എബൌട്ട് ഡാറ്റയെക്കുറിച്ചുള്ള ഡാറ്റയാണ് എന്ത് പറയുന്നത്, മെറ്റാഡാറ്റ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡാറ്റാബേസിനകത്ത് ഡാറ്റയെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഡാറ്റയെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഫീൽഡ്സ്, റെക്കോർഡ്സ് ആൻഡ് ഫയൽസ്. എങ്ങനെയാണ് ഡാറ്റാബേസിനകത്ത് ഡാറ്റനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക മെത്തേഡിലാണ് ഫീൽഡ് റെക്കോർഡ് ഫയൽ. അത് ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ എന്താ, റിസൾട്ട് ഉണ്ട്, മാർക്ക് ഉണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്. നെയിം എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡാണ് അല്ലേ, ബാച്ച് പറഞ്ഞ ഒരു ഫീൽഡാണ്, മാർക്ക് പറഞ്ഞ ഒരു ഫീൽഡാണ്. അങ്ങനെയുള്ള
അതിനെയാണ് എന്ത് പറയുക, ഫീൽഡ് എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു റിലേറ്റഡ് ഫീൽഡ് കൂടിയാൽ നമ്മൾ എന്തായി, ഒരു റെക്കോർഡായി. റിലേറ്റഡ് ഫീൽഡ് കൂടിയ എന്തായി, ഒരു റെക്കോർഡായി. റിലേറ്റഡ് ഫീൽഡ് കൂടിയ ഒരു റെക്കോർഡായി. ഒരു മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ റെക്കോർഡ്. ഇപ്പോൾ അഡ്മിഷൻ നമ്പർ ഇന്നതാണ്, പേര് ഇന്നതാണ്, അങ്ങനെ പറയുമ്പോൾ ഓരോന്നെടുത്ത് പറയുമ്പോൾ അത് ഫീൽഡാണ്. അത് മൊത്തമായിട്ട് പറയുമ്പോൾ എന്താണ്, ഒരു റെക്കോർഡാണ്. ഈ റെക്കോർഡുകളുടെ കളക്ഷനാണ് എന്ത്, ഫയൽ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഓരോ ഫീൽഡുകൾ ഓരോന്നും കൂടി ഓരോന്നിനെയും പറയുന്ന ഫീൽഡാണ്. അപ്പോൾ എന്താണ് ഫീൽഡ് എന്ന് വെച്ചാൽ, എ ഫീൽഡ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർഡ് ഡാറ്റ. അപ്പോൾ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണെന്ത്, ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റോർഡ് ഡാറ്റയുടെ സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സ്റ്റോർഡ് ഡാറ്റയുടെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫീൽഡാണ്. ഓക്കെ, അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്, റിസൾട്ട്, മാർക്ക്. അപ്പോൾ ഓരോന്നെടുത്ത് പറയുകയാണെങ്കിൽ എന്താണ്, അത് ഫീൽഡാണ് അല്ലേ. ഇപ്പോൾ ഒരു കുട്ടിയുടെ പേര് പറയുമ്പോൾ ഒരു ഫീൽഡാണ്, അതിന് മാർക്ക് പറയുമ്പോൾ ഒരു ഫീൽഡാണ്. ആ മൊത്തമായിട്ട് ആ കുട്ടിയുടെ മൊത്തമായിട്ടുള്ള ഡീറ്റെയിൽസ് പറയുമ്പോൾ അത് റെക്കോർഡായി. എ റെക്കോർഡ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്സ്. റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡുകളാണെന്ന് പറയുന്നത് റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ട് 103 മോഹൻ സയൻസ് പാസ്. ഇതൊരു റെക്കോർഡാണ്. ഇതിൽ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി, ഫീൽഡായി മാറി. അപ്പോൾ ഡാറ്റയുടെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫീൽഡാണ്. റെക്കോർഡ് എന്ന് പറയുന്നതാണ് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്സിനെയാണ് എന്ത് പറയുന്നത്, റെക്കോർഡ് എന്ന് പറയുന്നത്. ഫയൽ അപ്പോൾ എന്തായിരിക്കും, കളക്ഷൻ ഓഫ് റെക്കോർഡ്സിനെയാണ് എന്ത് പറയുന്നത്, ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1-2 മാർക്കിന് ചോദിക്കാറുണ്ട്, ഈ എങ്ങനെയാണ് ഡാറ്റാബേസിനകത്ത് ഡാറ്റ എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡാറ്റാബേസിനകത്ത് എങ്ങനെയാണ് ഡാറ്റനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഫീൽഡ്, റെക്കോർഡ്, ഫയൽ, ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഫയലുകളാണ് എന്ത് തരത്തിൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്, കളക്ഷൻ ഓഫ് ഫയൽസ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് യൂസേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്, യൂസറാണ്. യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദർ ആർ എ നമ്പർ ഓഫ് യൂസേഴ്സ്. എന്താണ് നമ്മുടെ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡാറ്റാബേസിനെ ഏതെങ്കിലും തരത്തിൽ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് എന്ത് പറയാം, യൂസേഴ്സ് എന്ന് പറയാം. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് യൂസേഴ്സ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട്. 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, അപ്ലിക്കേഷൻ പ്രോഗ്രാമർ ഉണ്ട്, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ഉണ്ട്, നൈവ് യൂസേഴ്സ്. അതായത് നമ്പർ ഓഫ് യൂസേഴ്സ് ഉണ്ട് ഹൂ ആക്സസ് ദി ഡാറ്റാബേസ് യൂസിങ് ദ അപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നു. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അത് എങ്ങനെ മാനേജ്, അതായത് ഉപയോഗിക്കുന്നത്. പ്രൊസീജിയേഴ്സ് റെഫേഴ്സ് ടു ഇൻസ്ട്രക്ഷൻ ആൻഡ് റൂൾസ് ദാറ്റ് ഗവേൺ ദ ഡിസൈൻ ആൻഡ് യൂസ് ഓഫ് ദി ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസ് എങ്ങനെ നിർമ്മിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷനെയാണ് എന്ത് പറയുന്നത്, പ്രൊസീജിയേഴ്സ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് എന്ത് കോമ്പണൻസ് ഓഫ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. പ്രൊസീജിയേഴ്സ് ഇപ്പോൾ ജസ്റ്റ് ഒരു പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. പ്രൊസീജിയർ ടു ഇൻസ്റ്റാൾ എ ന്യൂ DBMS. ഒരു DBMS ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ പുതിയ പ്രൊസീജിയർ, ലോഗ് ഓൺ ദ DBMS ഓൺ ചെയ്യുക. ഇസ് എ പെർട്ടിക്കുലർ DBMS ഫെസിലിറ്റി ഓർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ദ DBMS അല്ലേ, അങ്ങനെയല്ലേ. ഇപ്പോൾ ഒരു എന്തിൻ്റെ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കണതിൻ്റെ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്താണ് CPU ഓൺ ആക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിൽ പോകും, അങ്ങനെ ഓരോ പറയും അല്ലേ. പിന്നെ അതിനകത്ത് പറയുന്നത് മേക്ക് ബാക്കപ്പ് കോപ്പി ഓഫ് ദി ഡാറ്റാബേസ് അല്ലേ. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫെയിലിയർ ഉണ്ടാകുന്നതിന് പകരമായി എന്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ബാക്കപ്പ് എടുത്ത് വെക്കുക. അപ്പോൾ അതാണ് ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ കോമ്പണൻസ് ഓഫ് DBMS എന്ന് പഠിക്കുക. കോമ്പണൻസ് ഓഫ് DBMS എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പറയുക. ഓക്കെ, ഇതിനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഹാർഡ്വെയർ ഉണ്ട് അല്ലേ. ഇതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്. ഹാർഡ്വെയർ ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ DBMS അല്ലേ, ഡാറ്റ അല്ലേ. അപ്പോൾ DBMS നമ്മളെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നു, അതിനെ ആക്സസ് ചെയ്യുന്നു, പ്രോഗ്രാമേഴ്സ് ആക്സസ് ചെയ്യുന്നു, എൻഡ് യൂസേഴ്സ് ആക്സസ് ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തരും എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. എന്താണ് DBMS, എന്താണ് ഡാറ്റാബേസ് അല്ലേ, എന്താണ് കൺവെൻഷണൽ ഡാറ്റാബേസ്, കൺവെൻഷണൽ ഫയൽ സിസ്റ്റം എന്താണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് DBMS, എന്താ ഡാറ്റാബേസ് എന്താണെന്ന് പറഞ്ഞു. ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ഇന്റർറിലേറ്റഡ് ഡാറ്റ ഈസ് സ്റ്റോർഡ് ടുഗദർ വിത്തിൻ മിനിമം റിഡൻഡൻസി, ആക്സസിബിൾ ഫ്രം മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ അല്ലേ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. DBMSൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. നീഡ് ഓഫ് ഡാറ്റാബേസ് എന്താണെന്ന് പറഞ്ഞു, അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു.
എന്താണ് റിഡൻഡൻസി എന്താണെന്ന് ചോദിക്കാറുണ്ട്, ഇൻകൺസിസ്റ്റൻസി എന്താണെന്ന് ചോദിക്കാറുണ്ട്. റിഡൻഡൻസി ലീഡ് ടു ഇൻകൺസിസ്റ്റൻസി ആണ്. റിഡൻഡൻസി ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? റിഡൻഡൻസി ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവില്ല. റിഡൻഡൻസി എന്താ പറയുക, ഡ്യൂപ്ലിക്കേഷനാണ്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റയാണ്. പിന്നെ അതുപോലെ തന്നെ കോമ്പണൻസ് പറഞ്ഞു, കോമ്പണൻസ് നിങ്ങൾ നോക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് എടുക്കാം. ശരി.